ഹലോ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിലെ ഒരു പ്രധാനപ്പെട്ട വേറൊരു ടോപ്പിക്കാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾക്കറിയാലേ റേഡിയേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് കണ്ടക്ഷൻ, കൺവെക്ഷൻ, തേർഡ് വൺ ആണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. നമുക്ക് നോക്കാം എന്താണ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ. വാട്ട് യു മീൻ ബൈ റേഡിയേഷൻ? റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എനർജി ട്രാൻസ്ഫർ ആണ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ആ ഫോമിലാണ് ഒരു ബോഡിയിൽ നിന്നും എനർജി അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെ പറയുന്ന പേരാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ എനർജി എമിറ്റഡ് ബൈ മാറ്റർ ഇൻ ദി ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി ആറ്റംസ് ഓർ മോളിക്യൂൾസ്. ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം മൂലം ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വേരിയേഷൻ വരികയും അതുമൂലം എന്താണ്? അത് കുറച്ച് ഹീറ്റ് റേഡിയേറ്റ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ആ ഒരു ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെ പറയുന്ന പേരാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. റേഡിയേഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി മീഡിയം ഫോർ ദി ഹീറ്റ് ട്രാൻസ്ഫർ. റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിന് മീഡിയത്തിന്റെ ആവശ്യം വേണമെന്നില്ല. അതായത് റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ വാക്വത്തിൽ പോലും സുഖമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓൾ ബോഡീസ് അറ്റ് ടെമ്പറേച്ചർ എബോ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോ എമിറ്റ് തെർമൽ റേഡിയേഷൻ. അതായത് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിനേക്കാളും കൂടുതലുള്ള ഏതൊരു ബോഡിയും റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ദാറ്റ് ഈസ് തെർമൽ റേഡിയേഷൻ ഹാസ് ദി പ്രോപ്പർട്ടി സിമിലർ ടു ദി ലൈറ്റ്. ലൈറ്റിന്റെ അതേ പ്രോപ്പർട്ടി തന്നെയാണ് തെർമൽ റേഡിയേഷനും ഉള്ളത്. കാരണം തെർമൽ റേഡിയേഷൻ എന്ത് ഫോമില? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഫോമിലല്ലേ. ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അപ്പൊ എന്താ? ഇതിന് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ പ്രോപ്പർട്ടീസ് തന്നെയാണ് തെർമൽ റേഡിയേഷനും അതുപോലെ തന്നെ ലൈറ്റിനും ഉള്ളത്. അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ് ഓഫ് ദി ബോഡി ബോഡീസ് എമിറ്റ് മോർ റേഡിയേഷൻ എനർജി ദാൻ അറ്റ് ലോ ടെമ്പറേച്ചർ. അതായത് ലോവർ ടെമ്പറേച്ചറിനേക്കാളും ഹൈ ടെമ്പറേച്ചറുള്ള ബോഡിക്കായിരിക്കും കൂടുതൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത്. സോ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ ബോഡീസ് ഹാവ് ദി ഗ്രേറ്റർ വാല്യൂസ് ഓഫ് ദി റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, നമുക്ക് ഇനി റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിന് നല്ലൊരു എക്സാമ്പിൾ ഏതാണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സോളാർ എനർജിയാണ്. നമുക്കറിയാം സണ്ണിൽ നിന്നും സോളാർ എനർജി നമ്മുടെ ഭൂമിയിലോട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. സണ്ണിൽ നിന്നും സോളാർ എനർജി ഭൂമിയിലോട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി എക്സാമ്പിൾ ഫോർ ദി റേഡിയേഷൻ. എങ്ങനെയാണ് സണ്ണിൽ എനർജി ഫോം ചെയ്യുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമാണ്. ആ എനർജിയാണ് നമ്മുടെ ഭൂമിയിലോട്ട് അറ്റ്മോസ്ഫിയറിലൂടെ വന്ന് നമ്മുടെ എർത്തിലോട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റേഡിയേഷൻ. റേഡിയേഷൻ നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? സോളാർ എനർജിയാണ് കേട്ടോ. സോളാർ എനർജി. ഇവിടെ ഒരു എക്സാമ്പിൾ, ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു റേഡിയേഷൻ ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ ഞാനൊരു ഫയർ 500 ഡിഗ്രി സെൽഷ്യസിൽ കത്തുകയാണ് കേട്ടോ. എന്തോ ഒരു വുഡോ എന്തെങ്കിലും ഒന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കൂ. നമ്മൾ നന്നായി കത്തുന്ന ഒരു അടുപ്പിന്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക? കുറച്ച് കഴിയുമ്പോൾ നമ്മളെ സൈഡിലോട്ടൊക്കെ ഹീറ്റ് ഫീൽ ചെയ്യില്ലേ? അത് റേഡിയേഷൻ മൂലമാണ്. അതേ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഒരു എന്താണ് വുഡ് ആണെങ്കിൽ വുഡ് അല്ലെങ്കിൽ വുഡോ അല്ലെങ്കിൽ ഏതെങ്കിലും കത്തുന്ന ഒരു വസ്തു വെച്ചിട്ട് കത്തിക്കണം. 500 ഡിഗ്രി സെൽഷ്യസിലാണ്. അതിന് തൊട്ടടുത്തായിട്ട് ഒരാള് 37 ഡിഗ്രി സെൽഷ്യസ് നോർമൽ ടെമ്പറേച്ചറിൽ നിൽക്കുകയാണ്. ആ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തിന് ചൂട് അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് ഏത് മൂലമാണ്? റേഡിയേഷൻ മൂലമാണ് ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. സോ ഇതൊരു നല്ലൊരു സ്കീമാറ്റിക് ഡയഗ്രാം ആണ് നമ്മുടെ റേഡിയേഷന് ഒരു എക്സാമ്പിൾ കൊടുക്കാൻ വേണ്ടിട്ടോ. ദെൻ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബോഡിയിൽ നിന്നുള്ള എമിഷന്റെ റേറ്റ്. The rate of emission of radiation by a body depends upon the following factors. എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഒരു ബോഡിയിൽ നിന്നുണ്ടാവുന്ന എമിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന് എന്താണ്? ആ സർഫസിന്റെ, ആ ബോഡിയുടെ ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഓഫ് ദി സർഫസ്. ദ നേച്ചർ ഓഫ് ദി സർഫസ്. ഏത് സർഫസ് ആണ് അതിന്റെ നേച്ചറിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. സിമിലർലി ദ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദി റേഡിയേഷൻ. റേഡിയേഷന്റെ വേവ് ലെങ്തിനെയും അതുപോലെ തന്നെ അതിന്റെ ഫ്രീക്വൻസിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇത് നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പല എക്സാംസിനും ചോദിക്കാറുണ്ട്. ദ റേറ്റ് ഓഫ് എമിഷൻ ഓഫ് ദി ബോഡി ഡിപ്പെൻഡ്സ് ഓൺ ദി ഫോളോയിങ് ഫാക്ടേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെമ്പറേച്ചർ, നേച്ചർ ഓഫ് ദി സർഫസ്, ദെൻ വേവ് ലെങ്ത്
ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദി റേഡിയേഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പല PSC എക്സാംസിനും ഇത് കാണാറുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇന്റൻസിറ്റി ഓഫ് ദാറ്റ് ഈസ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഇൻസിഡന്റ് റേഡിയേഷന് വേറൊരു പേരാണ് ഇറേഡിയേഷൻ എന്ന പേരിൽ അറിയപ്പെടും. ഇൻസിഡന്റ് റേഡിയേഷന് എന്താ വേറെ പേര്? ഇറേഡിയേഷൻ ആണ്. അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെറ്റർ G ആണ്. ഇൻസിഡന്റ് റേഡിയേഷൻ അല്ലേ? അപ്പൊ എന്താ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പതിക്കുന്ന റേഡിയേഷൻ ആണ്. ഇതാ ഈ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇൻസിഡന്റ് റേഡിയേഷൻ ട്ടോ. ഇത് എന്റെ ഒരു ബോഡിയാണ്. ഏതെങ്കിലും ഒരു ബോഡി എടുത്തിരിക്കണം, ഒരു മെറ്റൽ പീസ് എന്തെങ്കിലും ഒരു ബോഡി എടുത്തിരിക്കണം. ആ ബോഡിയിലോട്ട് വന്നിട്ട് പതിക്കുന്ന ആ എനർജിയാണ് എന്ത്? ഇൻസിഡന്റ് റേഡിയേഷൻ. അപ്പൊ എന്താ ഡെഫിനിഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ടോട്ടൽ റേഡിയേഷൻ എനർജി ഇൻസിഡന്റ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ഓവർ ദി എൻറ്റയർ വേവ് ലെങ്ത് ഫ്രം ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലും കൂടി ഒരു വസ്തുവിലോട്ട് പതിക്കുന്ന എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. ആ എനർജിയെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ഇൻസിഡന്റ് റേഡിയേഷൻ. ശ്രദ്ധിച്ച് നോക്കണം. ഇറേഡിയേഷൻ എന്നും ഇതിനെ പറയാറുണ്ട്. ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെറ്റർ G ആണ്. അതായത് ഒരു വസ്തുവിലോട്ട് വന്ന് പതിക്കുന്ന ടോട്ടൽ എനർജി. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് എന്ത്? ഇൻസിഡന്റ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് സെക്കൻഡിലെ പെർ സെക്കൻഡിലെ. സോ ദ യൂണിറ്റ് ഈസ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, വാട്ട് പെർ മീറ്റർ സ്ക്വയർ പെർ യൂണിറ്റ് ഏരിയ ആയതുകൊണ്ട് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. സോ വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഈസ് ദി യൂണിറ്റ് ഫോർ ദി ഇൻസിഡന്റ് റേഡിയേഷൻ. ഇവിടെ നോക്കിയേ, ഇതാ G പറയുന്ന ഒരു എമൗണ്ട് ഓഫ് എനർജി. ഇൻസിഡന്റ് നമ്മുടെ ലൈറ്റ് ആണെന്ന് വെച്ചോളൂ. ഈ ലൈറ്റ് വന്ന് പതിക്കുന്നു. ആ ക്വാണ്ടിറ്റി എത്ര മാഗ്നിറ്റ്യൂഡ് ആണെന്ന് പറയുന്നത് G ആണ്. അപ്പൊ ഈ G ഇൻസിഡന്റ് റേഡിയേഷൻ വന്ന് ഇതിലോട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇങ്ങനെ ആരോ കണ്ടോ? ഇതൊക്കെ അബ്സോർബ് ചെയ്യാണ്. കുറച്ച് ആ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ കുറച്ച് എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്യുന്നു. ഓക്കെ, സോ അബ്സോർബ് ചെയ്യുന്നതിന് ഞാൻ G സഫിക്സ് A, അതായത് ഇൻസിഡന്റ് റേഡിയേഷനിലെ കുറച്ച് എമൗണ്ട് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് G സഫിക്സ് A കണ്ടാണ് ഞാൻ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് G സഫിക്സ് T, ദെൻ റിഫ്ലക്ട് ചെയ്യുന്നതിന് G സഫിക്സ് R എന്ന് പറയുന്നു. ഓക്കെ, ദെൻ നമ്മൾ പുതുതായിട്ട് കുറച്ച് ടേംസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അബ്സോർബ്സിവിറ്റി, റിഫ്ലക്ടിവിറ്റി ആൻഡ് ട്രാൻസ്മിസിവിറ്റി. ഓക്കെ, എന്താണ് അബ്സോർബ്സിവിറ്റി? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ? അബ്സോർബ്സിവിറ്റി പറഞ്ഞാൽ എന്താണ്? ദ ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ അബ്സോർബ്. നമുക്ക് ഒരു വസ്തുവിലോട്ട് വന്ന ഒരു റേ അല്ലെങ്കിൽ ഒരു ലൈറ്റ് വന്ന് പതിക്കുന്ന സമയത്ത് ആ ലൈറ്റിലെ എത്ര എമൗണ്ട് ഓഫ് എനർജിയാണ് അത് വസ്തു അബ്സോർബ് ചെയ്തത്, അതിനെ പറയുന്ന പേരാണ് അബ്സോർബ്സിവിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ അബ്സോർബ്. അപ്പൊ എന്താണ്? എത്രയാണ്? ഇവിടെ G ആണ് അല്ലെ അബ്സോർബ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ വരുന്നത് എത്രയാ? G ആണ്. അപ്പൊ എന്തായിരിക്കും? ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ അബ്സോർബ് പറയുമ്പോൾ എന്തായിരിക്കും? Gi ഡിവൈഡഡ് ബൈ G ആണ്. ഇനി അടുത്ത് എന്താ? റിഫ്ലക്ടിവിറ്റി. നൊട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അബ്സോർബ്സിവിറ്റി ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ജനറലി യൂസ് ചെയ്യുന്ന ടേം ആൽഫയാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിഫ്ലക്ടിവിറ്റി ആണ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ? റിഫ്ലക്ട് ചെയ്യുക. ദാറ്റ് ഈസ് this is reflected, not reflected. That is the fraction of incident radiation reflected. The fraction of incident radiation reflected is called reflectivity. The fraction of incident radiation reflected is called reflectivity. അപ്പോൾ വരുന്ന ഇൻസിഡന്റ് റേഡിയേഷനിലെ എത്ര എമൗണ്ട് ആണ് ആ ബോഡി എനർജി റിഫ്ലക്ട് ചെയ്തത്, അതിനെ പറയുന്ന പേരാണ് എന്ത്? റിഫ്ലക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതിനൊന്നും യൂണിറ്റ് ഇല്ല, ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ആണ്. കാരണം എന്താ? എമൗണ്ട് ഓഫ് ഹീറ്റ് റേഡിയേഷൻ ഡിവൈഡ് ബൈ റേഡിയേഷൻ ആണല്ലോ. അപ്പൊ ഇതിന് യൂണിറ്റ് ഇല്ല കേട്ടോ. ഇനി അടുത്ത് ട്രാൻസ്മിസിവിറ്റി. ട്രാൻസ്മിസിവിറ്റി പറയുമ്പോൾ തന്നെ എന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്യുക. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ? ട്രാൻസ്മിറ്റിവിറ്റി പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് the fraction of incident radiation transmitted. വരുന്ന ഇൻസിഡന്റ് റേഡിയേഷനിലെ എത്ര എമൗണ്ട് ഓഫ് എനർജിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതിനെ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസ്മിറ്റിവിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ട്രാൻസ്മിറ്റഡ്. എങ്ങനെ കണ്ടുപിടിക്കാം? ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എനർജി അറിയാം, അതുപോലെ തന്നെ ടോട്ടൽ എനർജി അറിയാന്നുണ്ടെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത എനർജി ഡിവൈഡ് ബൈ ടോട്ടൽ എനർജിയാണ്. അപ്പൊ എന്താ ഇതിന്റെ സം എന്തായിരിക്കണം? ടോട്ടൽ വരുന്നത് എത്രയാ? ഇവിടെ നോക്കിയേ, ഈ ജീനെയല്ലേ സ്പ്ലിറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ G സികൾ എന്താണ്? GA പ്ലസ് GT പ്ലസ് GR ആണ്. അപ്പോ G കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താവും? 1 is equal to എന്തായിരിക്കും? GA by G പ്ലസ് GR by G പ്ലസ് GT by G ആയിരിക്കും. അതൊക്കെ എന്താ? ആൽഫ പ്ലസ് റോ പ്ലസ് ഡെൽറ്റ.
alpha plus rho plus delta is equal to 1. This is very very important equation. This is the relation which connects the absorptivity, reflectivity and transmittivity. That is equal to sum of the absorptivity, reflectivity and transmittivity equal to 1 ആയിരിക്കും ട്ടോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ഇത് പഠിക്കണം. ക്വസ്റ്റ്യൻസ് പലതും ചോദിക്കാറുണ്ട്. എന്താണ് അബ്സോർബിവിറ്റി പറഞ്ഞാൽ ദ ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ അബ്സോർബ്. റിഫ്ലക്റ്റിവിറ്റി പറഞ്ഞാൽ എന്താണ് ദ ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ റിഫ്ലക്റ്റഡ്. ട്രാൻസ്മിറ്റിവിറ്റി പറഞ്ഞാൽ എന്താണ് ദ ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ട്രാൻസ്മിറ്റഡ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കുറെ ബോഡീസിനെ ഈ ട്രാൻസ്മിറ്റിവിറ്റിയും അബ്സോർബിവിറ്റിയും റിഫ്ലക്റ്റിവിറ്റിയും ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ബോഡീസിന് ക്ലാസിഫിക്കേഷൻസ് ആണ്. ഫോർ ബ്ലാക്ക് ബോഡീസ്, ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ സമ്മർ സീസണിൽ നമ്മൾ പൊതുവെ ബ്ലാക്ക് ഷർട്ട് ഒന്നും പ്രിഫർ ചെയ്യാറില്ല അല്ലെ. എന്താ ബ്ലാക്ക് ഷർട്ട് ഇട്ട പ്രത്യേകത? നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് ബ്ലാക്ക് ഷർട്ട് ഇട്ടാൽ എന്താ സംഭവിക്കുക, നമുക്ക് നന്നായിട്ട് ചൂട് ഫീൽ ചെയ്യില്ലേ. അപ്പൊ നമ്മൾ പൊതുവെ സമ്മർ സീസണിൽ പ്യുവർ ബ്ലാക്ക് നമ്മൾ പ്രിഫർ ചെയ്യില്ല. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് അബ്സോർബിവിറ്റി കൂടുതലാണ്. ഫോർ എ ബ്ലാക്ക് ബോഡീസ് ദ വാല്യൂ ഓഫ് അബ്സോർബിവിറ്റി ഈസ് ഈക്വൽ ടു 1. അതായത് ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ബോഡിയിലോട്ട് ലൈറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റ് മൊത്തം അത് അങ്ങോട്ട് അബ്സോർബ് ചെയ്യും. ദാറ്റ് ഈസ് ആൽഫ ഈസ് ഈക്വൽ ടു 1. ബാക്കിയുള്ള എന്തായിരിക്കും, ആൽഫ 1 ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്താ ട്രാൻസ്മിറ്റിവിറ്റിയും അതുപോലെ തന്നെ റിഫ്ലക്റ്റിവിറ്റിയും എന്തായിരിക്കും 0 ആയിരിക്കും. സോ ഈ ബ്ലാക്ക് ബോഡി ഈസ് ഓൾസോ കോൾഡ് എ പെർഫെക്റ്റ്ലി അബ്സോർബർ. ബ്ലാക്ക് ബോഡിയെ പറയുന്ന പേരെന്താണ്, പെർഫെക്റ്റ്ലി അബ്സോർബർ എന്നാണ് പറയുന്നത്. എന്താണ് അതുകൊണ്ട് അതെന്താ മീൻ ചെയ്യുന്നത്, ഓൾ ഇൻസിഡന്റ് റേഡിയേഷൻസ് ആർ അബ്സോർബ്ഡ്. ആ ബ്ലാക്ക് ബോഡിയിലോട്ട് വന്ന് പതിക്കുന്ന എല്ലാ ഇൻസിഡന്റ് റേഡിയേഷനും ബ്ലാക്ക് ബോഡി എന്താ ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നു. സോ ദി വാല്യൂ ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു 1. വെരി ഇമ്പോർട്ടന്റ്, പല എക്സാംസിനും ചോദിക്കാറുണ്ട്. ഇനി അതേപോലെ തന്നെ വൈറ്റ് ബോഡീസ്, വൈറ്റ് ബോഡിയുടെ പ്രത്യേകത എന്താണ്, വരുന്ന എല്ലാ ലൈറ്റിനും അത് റിഫ്ലക്ട് ചെയ്ത് കളയും. ഓക്കെ, വന്ന ആളെ അപ്പാടെ ഉള്ളിലോട്ട് പോകാതെ ഒരൊറ്റ പോക്കാണ്. ദാറ്റ് ഈസ് കോൾഡ് white bodies. That is all incident radiations are reflected. അപ്പൊ എന്താണ്, റിഫ്ലക്റ്റിവിറ്റി ഇസ് ഈക്വൽ എന്താണ് 1 ആണ്. ബാക്കി അബ്സോർബിവിറ്റിയും ട്രാൻസ്മിറ്റിവിറ്റിയുടെ വാല്യൂ എത്രയാണ്, 0 ആണ് കേട്ടോ. അങ്ങനെയുള്ള ബോഡീസ് ആണ് വൈറ്റ് ബോഡീസ്. അപ്പൊ ശ്രദ്ധിക്കണം. ഇനി അടുത്തത് ട്രാൻസ്പാരന്റ് ഓർ ഡയാതെർമനസ് ബോഡീസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഈ ടേം ചോദിക്കുക, ഡയാതെർമിനസ് എന്ന് പറഞ്ഞ ടേം ചോദിക്കും. അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അതിനെയാണ് ട്രാൻസ്പാരന്റ്. ട്രാൻസ്പാരന്റ് പറഞ്ഞാൽ എന്താണ്, കടത്തി വിടുന്നത് അല്ലെ. അപ്പൊ എന്താ, ട്രാൻസ്മിറ്റിവിറ്റി ഫുള്ളായിട്ട് വരുന്ന ലൈറ്റിനെ ഫുള്ളായിട്ട് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഓൾ ഇൻസിഡന്റ് റേഡിയേഷൻസ് ആർ ട്രാൻസ്മിറ്റഡ്. അപ്പൊ എന്താ, ട്രാൻസ്മിറ്റിവിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ദെൻ ആൽഫയും, ആൽഫ പ്ലസ് ഇട്ടാലും കുഴപ്പമില്ല, പ്ലസ് വേണ്ട അവിടെ ശരിക്കും. ആൽഫ കോമ റോ എന്തായിരിക്കും, അല്ലെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു റോ, ആ വാല്യൂ എന്തായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. എന്താ, ട്രാൻസ്മിറ്റിവിറ്റി 1 ആയി, ബാക്കിയെല്ലാം തന്നെ എന്തായിരിക്കണം, 0 ആയിരിക്കും അല്ലോ. അപ്പൊ ട്രാൻസ്പാരന്റ് അല്ലെങ്കിൽ ഡയാതെർമണസ് ബോഡീസിന്റെ പ്രത്യേകത എന്താണ്, വരുന്ന ലൈറ്റിനെ എല്ലാം തന്നെ എന്ത് ചെയ്യത് ട്രാൻസ്മിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു 1 ആണ്. Then another one is very very important, opaque body. That is opaque bodies. Opaque ബോഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ no incident radiation is transmitted. വരുന്ന ഇൻസിഡന്റ് റേഡിയേഷൻ ഒരു ബോഡിയിലോട്ട് വന്ന് ലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അതിലെ ലൈറ്റിന് എന്ത് ചെയ്യും, അത് ഉള്ളിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ആ ബോഡി എന്ത് ചെയ്യും, അബ്സോർബും ചെയ്യും, അതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് ദ ഇൻസിഡന്റ് റേ ഈസ് അബ്സോർബ്ഡ് ആൻഡ് റിഫ്ലക്റ്റഡ്. അപ്പൊ എന്താ, ട്രാൻസ്മിറ്റിവിറ്റി ഈക്വൽ ടു 0 ആണ്. അബ്സോർബിവിറ്റിയും അതുപോലെ തന്നെ റിഫ്ലക്റ്റിവിറ്റിയുടെ സം എന്തായിരിക്കും, 1 ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടന്റ്, പല എക്സാംസിനും ഇത് ചോദിക്കാറുണ്ട്. ബ്ലാക്ക് ബോഡി പറയുമ്പോൾ എന്താ, അബ്സോർബിവിറ്റി 1 ആണ്, ആൽഫ ഈസ് ഈക്വൽ ടു 1 ആണ്. വൈറ്റ് ബോഡി എന്താണ്, റിഫ്ലക്റ്റിവിറ്റി 1 ആണ്. ട്രാൻസ്പാരന്റ് അല്ലെങ്കിൽ ഡയാതെർമണസ് ബോഡീസിന്റെ പ്രത്യേകത എന്താണ്, ട്രാൻസ്മിറ്റിവിറ്റിയുടെ വാല്യൂ 1 ആണ്. ഒപ്പാക് ബോഡിയുടെ പ്രത്യേകത എന്താണ്, ട്രാൻസ്മിറ്റിവിറ്റി 0 ആണ്. സോ ആൽഫ പ്ലസ് റോ ഇസ് ഈക്വൽ ടു 1. വെരി വെരി ഇമ്പോർട്ടന്റ്, പല എക്സാംസിനും ഈ ഇതൊന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ റിഫ്ലക്ഷൻസിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻസ്, എങ്ങനെ നമുക്ക് റിഫ്ലക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നു. ദർ ആർ 2 ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ. 2 രീതിയിലാണ് റിഫ്ലക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് സ്പെക്കുലാർ ഓർ റെഗുലർ റിഫ്ലക്ഷൻ. സ്പെക്കുലാർ അല്ലെങ്കിൽ എന്താ പറയാ, റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയാം. വേറെ എന്ന് പറയുന്നത് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ആണ്. വേറെ ഇതിന്റെ പേരെന്താണ്, ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. എന്താണ് ഈ സ്പെക്കുലാർ അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, റെഗുലർ. റെഗുലർ എന്ന് പറയുമ്പോൾ തന്നെ എന്താ, ഒരേപോലെ. റെഗുലർ മീൻസ് ഒരേപോലെ. അപ്പൊ എന്താ, സ്പെക്കുലർ അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷന്റെ പ്രത്യേകത എന്താണ്, ഒരു ബോഡിയിലോട്ട്, ഇതാണ് എന്റെ ബോഡി, ഈ ബോഡിയിലോട്ട് വന്ന് ഒരു റേ ഇതാ വന്ന് ഇൻസിഡന്റ് ചെയ്യാണ് കേട്ടോ, പതിക്കുകയാണ് കേട്ടോ. ഈ ബോഡിയുടെ നോർമൽ ആയിട്ട് ഇതാ ഒരു നോർമൽ ലൈൻ ഉണ്ട്. അപ്പൊ ഈ നോർമലും അതുപോലെ തന്നെ റേയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ആ ആംഗിളിനെ പറയുന്ന പേരാണ്
ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്ന് പറയും. ദാറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദി നോർമൽ ആൻഡ് ദി ഇൻസിഡന്റ് റേ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ്. ഇനി എന്താ സംഭവിച്ചത്? ഇതാ ഈ ബോഡിയിലോട്ട് വന്നിട്ട് ഈ റേ വന്ന് ഇൻസിഡന്റ് ചെയ്തു, അതേപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. ഈ റിഫ്ലക്ട് ചെയ്ത് പോകുന്നതിന്റെ പ്രത്യേകത എന്താണ്? ഇത് എത്ര ആംഗിളിലാണോ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് അതേ ആംഗിളിൽ തന്നെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? റിഫ്ലക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദി angle of incidence and angle of reflections are same. Such kind of reflections are called specular or regular reflection. എന്താണ് specular? ഇതെന്താണ്? ഒരു mirror like form ആണ്. Okay, so it is called a specular or regular reflection. ഇതിന്റെ പ്രത്യേകത ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. വരുന്ന അതേ ആംഗിൾ തന്നെ ആ റേ എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്തു പോകുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് സ്പെക്കുലർ ഓർ റെഗുലർ റിഫ്ലക്ഷൻ. ഇഫ് ദി സർഫസ് ഈസ് പെർഫെക്റ്റ്ലി സ്മൂത്ത് സർഫസിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇഫ് ദ സർഫസ് ഈസ് പെർഫെക്റ്റ്ലി സ്മൂത്ത്, the angle theta of the incident and reflected rays is equal, then the reflection is called specular or mirror like reflection. അപ്പൊ എന്താണ്? വരുന്ന അതേ ആംഗിൾ തന്നെ റിഫ്ലക്ട് ചെയ്തു പോകുന്നു. അങ്ങനെയുള്ള റിഫ്ലക്ഷനെ പറയുന്ന പേരാണ് സ്പെക്കുലർ റിഫ്ലക്ഷൻ പറയാ. റെഗുലർ പറയുമ്പോൾ വലിയ പ്രശ്നമില്ല, സ്പെക്കുലർ പറയുമ്പോൾ ഓർത്ത് വെക്കണം കേട്ടോ എന്താണെന്ന്. ഇനി അടുത്ത് എന്താ? ഡിഫ്യൂസ് റിഫ്ലക്ഷൻ പറയുമ്പോൾ എന്താണ്? ഇവിടെ നോക്കി, ഇതാ നമ്മുടെ ഇൻസിഡന്റ് റേ ഇതാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വന്ന് ഇവിടെ സ്ട്രൈക്ക് ചെയ്തു. ഇനി നോക്കി അത് റിഫ്ലക്ട് ചെയ്ത് നോക്കി, എല്ലാ ഡയറക്ഷനിലോട്ടും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. എന്താ ഇവിടെ ആകുമ്പോൾ എന്താ? വന്നു ഒരൊറ്റ ഒരു ലൈനിൽ തന്നെ പോയില്ലേ? വരുന്ന അതേ ആംഗിൾ തന്നെയാണ് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നോക്കി, വന്ന ആംഗിൾ തീറ്റയാണ്, പക്ഷെ ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഡിഫറെന്റ് ആംഗിൾസിലാണ്. അങ്ങനെയുള്ള റിഫ്ലക്ഷനെ പറയുന്ന പേരാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ മീൻസ് if the surface has some roughness, ഇങ്ങനെ റഫ്നെസ് ഉള്ള സർഫസുകളാണ് ഇത് പറയുന്നത്. the incident radiation is scattered എന്ന് പറഞ്ഞാൽ എന്താ? സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്ന പരിപാടിയാണ് കേട്ടോ. ഇൻ ഓൾ ഡയറക്ഷൻ ആഫ്റ്റർ റിഫ്ലക്ഷൻ, റിഫ്ലക്ട് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? പല രീതിയിൽ അതിങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോവാണ് അല്ലെ. സച്ച് റിഫ്ലക്ഷൻ ഈസ് കോൾഡ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. അപ്പൊ എന്താണ്? ഈ റെഗുലർ റിഫ്ലക്ഷൻ ആകുമ്പോൾ വന്ന അതേ ആംഗിൾ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നു പോകുന്നു. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ആകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? വന്ന ഒരു ആംഗിൾ വരുന്നു, പക്ഷെ റിഫ്ലക്ട് ചെയ്യുന്നത് വിവിധ തരം ആംഗിൾസ് ആണ്, ഡിഫറെന്റ് ആംഗിൾസ് ആണ്. അങ്ങനെയുള്ള റിഫ്ലക്ഷനെ പറയുന്ന പേരാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് റെഗുലർ റിഫ്ലക്ഷൻ മീൻസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻസ് ആർ ഡിഫറെന്റ്. Okay, that is called diffuse reflection. Then another is ക്ലാസിഫിക്കേഷൻസ് ഓഫ് ബോഡീസ്. ഓക്കെ, ഓരോ സർഫസുകളെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. ആദ്യം എന്താണ് ബ്ലാക്ക് ബോഡി പറഞ്ഞാൽ? എന്താണ് ഒരു ബ്ലാക്ക് ബോഡി പറഞ്ഞാൽ? അത് ഒരു പ്യുവർലി അബ്സോർബർ ആണ്. അതായത് ആ ബോഡിയിലോട്ട് എത്ര ലൈറ്റ് വന്നാലും അത് അങ്ങോട്ട് അബ്സോർബ് ചെയ്യുന്നു. ദെൻ അതേപോലെ തന്നെ ഒരു പ്യുവർലി അബ്സോർബർ ഈസ് ഓൾസോ ആക്ടിങ് ആസ് എ പ്യുവർലി എമിറ്റർ. സോ ബ്ലാക്ക് ബോഡി ഈസ് കൺസിഡർ ആസ് പ്യുവർ അബ്സോർബർ ആൻഡ് പ്യുവർ എമിറ്റർ. ദെൻ ഒരു ബ്ലാക്ക് ബോഡിന്റെ കേസിലാണെങ്കിൽ അവിടെ ഡിഫ്യൂസ് എമിറ്റർ ആണ്. ബ്ലാക്ക് ബോഡി ഈസ് എ diffuse emitter ആണ്. radiation emitted by black body independent of direction അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് എ ഡിഫ്യൂസ് എമിറ്റർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിക്കാറുണ്ട്. ബ്ലാക്ക് ബോഡി ഈസ് ഡാഷ് ഡിഫ്യൂസ് എമിറ്റർ ആണ്. ഇനി അടുത്തത് ഗ്രേ ബോഡി കേട്ടോ. ബ്ലാക്ക് അല്ല, ഗ്രേ ബോഡി ആണ്. ദ റേഡിയേറ്റീവ് പ്രോപ്പർട്ടീസ് നമുക്കറിയില്ല എന്തൊക്കെയാണ് റേഡിയേറ്റീവ് പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ? ഒന്ന് അബ്സോർബ്സിവിറ്റി, പിന്നെ അടുത്ത എന്താ? റിഫ്ലക്ടിവിറ്റി, ട്രാൻസ്മിറ്റിവിറ്റി. ദാറ്റ് ഈസ് ദ റേഡിയേറ്റീവ് പ്രോപ്പർട്ടീസ് alpha rho tau of a body are assumed to be uniform over the entire wavelength of the spectrum. ഏത് വേവ് ലെങ്തിലുള്ള വേവ് ആണ് വരുന്നതെങ്കിൽ പോലും അതിന്റെ അബ്സോർബ്സിവിറ്റിയും റിഫ്ലക്ടിവിറ്റിയും ട്രാൻസ്മിറ്റിവിറ്റിയും എന്താണ്? ഗ്രേ ബോഡിന്റെ കേസിൽ സെയിം ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഫോർ എനി യൂണിഫോം entire wavelength of the spectrum, the values is uniform ആയിരിക്കും. alpha, rho and tau. That is absorptivity of a substance does not vary with the temperature and wavelength of the incident radiation. അപ്പോൾ അബ്സോർബ്സിവിറ്റി എന്താണ്? ഒരു ഗ്രേ ബോഡി എടുക്കുകയാണെങ്കിൽ അതിന്റെ അബ്സോർബ്സിവിറ്റി എന്ന് പറയുന്നത് അതിന്റെ ടെമ്പറേച്ചറിനെയും ആ വരുന്ന ലൈറ്റിന്റെ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ റേഡിയേഷൻ, ആ റേഡിയേഷന്റെ ടെമ്പറേച്ചർ വേവ് ലെങ്തിനെ ഒന്നും അത് ഡിപ്പെൻഡ് ചെയ്യില്ല. ദാറ്റ് ഈസ് അബ്സോർബ്സിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡസ് നോട്ട് വേരി വിത്ത് ടെമ്പറേച്ചർ ആൻഡ് വേവ് ലെങ്ത് ഓഫ് ദി ഇൻസിഡന്റ് റേഡിയേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്.
എ കളേർഡ് ബോഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈസ് വൺ ഹൂസ് അബ്സോർബിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് വേരി വിത്ത് വേവ് ലെങ്ത് ഓഫ് ദി ഇൻസിഡന്റ് റേഡിയേഷൻ. അതിന്റെ അബ്സോർബിവിറ്റി എന്ന് പറയുന്നത് ആ വരുന്ന ഇൻസിഡന്റ് റേഡിയേഷന്റെ വേവ് ലെങ്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ ഇതൊക്കെയാണ് ബ്ലാക്ക് ബോഡി, ഗ്രേ ബോഡി ആൻഡ് കളേർഡ് ബോഡി. വെരി ഇമ്പോർട്ടന്റ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോട്ടൽ എമിസീവ് പവർ. എന്താണ് എമിസീവ് പറയുമ്പോൾ തന്നെ എന്താണ്? എമിറ്റ് ചെയ്യുക. ആ പവറിനെ പറയുന്ന പേരാണ് ടോട്ടൽ എമിസീവ് പവർ. അപ്പോൾ ആ ഓരോ ടേമും പഠിക്കുമ്പോൾ ആ വേർഡ് മീനിങ് അവിടെ തന്നെ മനസ്സിലാക്കുക. എമിസീവ് എന്ന് പറയുമ്പോൾ തന്നെ എമിറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ എന്താണ്? ദ എമിസീവ് പവർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ബൈ എ ബോഡി പെർ യൂണിറ്റ് ഏരിയ ആൻഡ് ടൈം. യൂണിറ്റ് ഏരിയയും യൂണിറ്റ് ടൈമിലും ഒരു ബോഡിയിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ടോട്ടൽ എനർജിയെ പറയുന്ന അല്ലെങ്കിൽ ടോട്ടൽ റേഡിയേഷനെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ടോട്ടൽ എമിസീവ് പവർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതായത് ദ എമിസീവ് പവർ ഈസ് ഡിഫൈൻഡ് ആസ് the total amount of radiation emitted by a body per unit area and time. യൂണിറ്റ് ഏരിയ യൂണിറ്റ് ടൈമിൽ ഒരു ബോഡിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ടോട്ടൽ റേഡിയേഷനെ പറയുന്ന പേരാണ് ടോട്ടൽ എമിസീവ് പവർ. ഇതിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വാട്ട് പെർ മീറ്റർ സ്ക്വയർ. എന്താണ് യൂണിറ്റ്? വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇനി അടുത്തത് നമ്മുടെ റേഡിയേഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ. വെരി ഇമ്പോർട്ടന്റ് ലോ, സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ. എന്താണ് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ പറഞ്ഞു വെച്ചാൽ ദി എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫോർത്ത് പവർ ഓഫ് ഇറ്റ്സ് ടെമ്പറേച്ചർ. ഒരു ബോഡി ഉണ്ട്, ഒരു ബ്ലാക്ക് ബോഡി ഉണ്ട്. ആ ബ്ലാക്ക് ബോഡിയുടെ ടെമ്പറേച്ചർ T ആണെന്നുണ്ടെങ്കിൽ ആ ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവർ എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു temperature raised to 4, that is fourth power of its temperature. അപ്പൊ എന്താ? EB is directly proportional to T raised to 4 ആണ്. That is EB is equal to sigma T raised to 4. ഈ സിഗ്മയെ പറയുന്ന പേരാണ് എന്താണ്? സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. where EB is called emissive power of the black body. suffix B ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ബ്ലാക്ക് ആണ്. E means എന്താണ്? നമ്മൾ പഠിച്ചില്ലേ, എമിസീവ് പവർ ആണ്. സോ EB means emissive power of the black body ആണ്. Sigma is very important, that is called Stefan Boltzmann constant. The value of Stefan Boltzmann constant is 5.67 into 10 raised to minus 8 watt per meter square Kelvin raised to 4. This unit is also very important. ഇത് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. നോക്കിയേ, 5678 ആണ്. 5678. So 5.67 into 10 raised to minus 8 watt per meter square Kelvin raised to 4. ഇവിടെ അറിയാലേ EBയുടെ ഉണ്ട് എന്താ? watt per meter square അല്ലേ? അതേ ഡിവൈഡ് ബൈ T raised to 4. T എന്ന് പറഞ്ഞാൽ എന്താ? കെൽവിൻ ആണ്. അപ്പൊ എന്താ? വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ റേസ് ടു 4 ആണ് നമ്മുടെ സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു കാര്യം ഓർക്കണം, റേഡിയേഷന്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ടെമ്പറേച്ചർ കെൽവിനിലാണ് എടുക്കേണ്ടത്. കണ്ടക്ഷൻ കൺവെക്ഷന്റെ ഒക്കെ പ്രോബ്ലം വരുന്ന സമയത്ത് നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ എടുത്താലും കുഴപ്പമില്ല. കാരണം അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് അവിടെ നോക്കുന്നത്. ഇവിടെ എല്ലാം ടെമ്പറേച്ചർ ആണ് പറയുന്നത്, ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ ആണ് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും SI യൂണിറ്റ് ഫോളോ ചെയ്യണം, കെൽവിനിൽ ചെയ്യണം. പ്രോബ്ലം ഒക്കെ വരുന്ന സമയത്ത് ന്യൂമറിക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് കെൽവിന്റെ ആൻസർ ഉണ്ടാവും, ഡിഗ്രി സെൽഷ്യസിന്റെ ആൻസർ ഉണ്ടാവും. നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിക്കും. അപ്പൊ ഇപ്പൊ തന്നെ എവിടെയെങ്കിലും മൈൻഡിൽ ശ്രദ്ധിക്കുക, റേഡിയേഷന്റെ ഹീറ്റ് ട്രാൻസ്ഫറിൽ റേഡിയേഷന്റെ പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ടെമ്പറേച്ചർ കെൽവിനിലായിരിക്കണം എടുക്കാൻ. ടെമ്പറേച്ചർ ഷുഡ് ബി കെൽവിൻ ഇൻ റേഡിയേഷൻ പ്രോബ്ലംസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ എന്താണ് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ പറഞ്ഞത്? ദ എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി fourth power of its temperature, that is EB is equal to sigma T raised to 4. Sigma is Stefan Boltzmann constant. The value is 5.67 into 10 raised to minus 8. Unit is very important, that is watt per meter square Kelvin raised to 4. very important. നല്ലൊരു ഇക്വേഷൻ ആണ്, നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ യൂസ് ചെയ്യേണ്ടതാണ്. സോ യു ഷുഡ് റിമെമ്പർ ദിസ് ഇക്വേഷൻ. എക്സാമിന് PSC ഒക്കെ പ്രത്യേകം ചോദിക്കാറുണ്ട്. ഇതിലിപ്പോ ഏതൊക്കെ ചോദിക്കാറാണ്? എമിസീവ് പവർ ഓഫ് ബ്ലാക്ക് ബോഡി is directly proportional to square of the temperature, fourth power of the temperature, square root of the temperature, directly proportional to temperature. അപ്പൊ അതിന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെടുക്കണം. എന്താണ്? ഫോർത്ത് പവർ ഓഫ് ദി ടെമ്പറേച്ചർ ആണ്. അതുപോലെ തന്നെ സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റിന്റെ വാല്യൂം അതിന്റെ യൂണിറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടേം ഈസ് കോൾഡ് എമിസിവിറ്റി. എന്താണ് എമിസിവിറ്റി പറഞ്ഞാൽ? നമുക്കറിയാലേ, ഓരോ ബോഡിക്കും ഓരോ എമിറ്റീവ്, അതായത് ഓരോ ബോഡിയും
റേഡിയേഷൻ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിനേക്കാളും കൂടുതലാണെങ്കിൽ എന്താ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. അപ്പോ ആ ഏതൊരു ബോഡി, എല്ലാ ബോഡിയും ഒരേപോലെ ആയിരിക്കില്ല റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത്, അത് ആ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ബോഡിക്ക് എത്രത്തോളം ആ ബോഡിയിൽ നിന്നും റേഡിയേഷൻ എമിറ്റ് ചെയ്യാൻ പറ്റും, ആ എബിലിറ്റിയെ പറയുന്ന പേരാണ് എമിസിവിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എബിലിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് ഓഫ് എ ബോഡി ടു റേഡിയേറ്റ് ഹീറ്റ്. എത്രത്തോളം ആ സർഫസ് എന്താണ് ആ ബോഡിക്ക് ഹീറ്റ് എമിറ്റ് ചെയ്യാൻ പറ്റും, ആ കഴിവിനെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്, എമിസിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അറിയാം എന്താണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ഒരു ബ്ലാക്ക് ബോഡി പ്യുവർലി അബ്സോർബറും അതുപോലെ തന്നെ പ്യുവർലി എമിറ്ററും ആണ്. അപ്പോ പ്യുവർലി എമിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, വരുന്ന എനർജിയെ മൊത്തം അതിനുള്ള എനർജി മൊത്തം എമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അതിനെയാണ് പ്യുവർലി എമിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുക്കുന്ന റെഫറൻസ് ആയിട്ട് എമിസിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലാക്ക് ബോഡിയാണ്. ബ്ലാക്ക് ബോഡിക്കാണ് മാക്സിമം എന്താ എനർജി എമിറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ എന്താണ് എമിസിവിറ്റിക്ക് ഒരു ഡെഫിനിഷൻ പറയാൻ പോണ, ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് എമിസീവ് പവർ ഓഫ് എനി ബോഡി. നമ്മൾ എടുക്കുന്ന ഏതാണോ ബോഡി, ആ ബോഡിയുടെ എമിസീവ് പവർ ഡിവൈഡഡ് ബൈ എമിസീവ് പവർ ഓഫ് ദി ബ്ലാക്ക് ബോഡി ഓഫ് ഈക്വൽ ടെമ്പറേച്ചർ. രണ്ടിനും ഒരേ ടെമ്പറേച്ചറിൽ. ഓക്കെ, നമ്മുടെ ഒരു ബോഡി ഉണ്ട്, ആ ബോഡിക്കും ഇപ്പൊ 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമ്മൾ അതിന് എമിസീവ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, അതേ സൈസും അതേപോലെയുള്ള ഒരു ബ്ലാക്ക് ബോഡി ഉണ്ടാക്കുന്നു, അതിന്റെ ടെമ്പറേച്ചർ എന്താണ്, സെയിം ടെമ്പറേച്ചർ കൊടുക്കുന്നു, എന്നിട്ട് രണ്ടിന്റെയും എമിസീവ് പവർ കണ്ടുപിടിക്കുന്നു. അതിന്റെ റേഷ്യോനെ പറയുന്നത് എന്താ, എമിസിവിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എമിസിവിറ്റി എപ്സിലോൺ, ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെറ്റർ എപ്സിലോൺ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ബൈ ഇ ബി. ശ്രദ്ധിക്കണം, ഇതിന് യൂണിറ്റ് ഉണ്ടോ, ഇതിന് യൂണിറ്റ് ഇല്ല. ഇറ്റ് ഇസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ബിക്കോസ് എമിസീവ് പവർ ഡിവൈഡ് ബൈ എമിസീവ് പവർ ആണ്. അപ്പൊ അത് കട്ട് ചെയ്ത് പോകുമ്പോൾ എന്താ, യൂണിറ്റ് ഉണ്ടാവില്ല. ഒരു ബ്ലാക്ക് ബോഡിയാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ, ഒരു ബ്ലാക്ക് ബോഡിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എമിസിവിറ്റിയുടെ വാല്യൂ എത്രയാണ്, 1 ആണ് കേട്ടോ. നോക്കിയേ, ഇവിടെ നമ്മൾ എന്താ റെഫറൻസ് ആയിട്ട് ഇ ബി അല്ലെ, നമ്മുടെ സർഫസ്, നമ്മുടെ ബോഡി ബ്ലാക്ക് ആകുമ്പോൾ എന്താ മുകളിൽ ബി അല്ലേ വരിക. സോ ഇ ബി ഡിവൈഡ് ബൈ ഇ ബി 1 ആണ്. അങ്ങനെയൊന്നും പഠിക്കണമെന്നില്ല. എന്താണ് ബ്ലാക്ക് ബോഡി പറഞ്ഞാൽ പ്യുവർലി എമിറ്റർ ആണ്. ദ എമിസിവിറ്റി ഓഫ് ദി ബ്ലാക്ക് ബോഡി ഈസ് ഓൾവേസ് 1. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ്. ഇനി നോക്കിയേ, ബ്ലാക്ക് ബോഡി അല്ല, ശരിക്കും നമുക്ക് റിയൽ ആയിട്ട് ഉള്ള ബോഡീസ് ഒന്നും ബ്ലാക്ക് ഒന്നും അല്ല കേട്ടോ, പെർഫെക്റ്റ്ലി ബ്ലാക്ക് ഒന്നും പോസിബിൾ അല്ല. അപ്പോ ബാക്കി നോൺ ബ്ലാക്ക് ബോഡീസ്, അതായത് ഗ്രേ ബോഡീസ്, നോൺ ബ്ലാക്ക് ആയിട്ടുള്ള ബോഡീസ് അല്ലെങ്കിൽ ഗ്രേ ബോഡീസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ എമിസിവിറ്റി വാല്യൂസ് എന്ന് പറഞ്ഞാൽ ദ എമിസിവിറ്റി വാല്യൂസ് ഓഫ് ദി ഗ്രേ ബോഡീസ് ആർ വേരീസ് ബിറ്റ്വീൻ 0 and 1. 0നും 1നും ഇടയ്ക്കായിരിക്കും ഗ്രേ ബോഡിയുടെ എമിസിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ എമിസിവിറ്റി ഓഫ് റിയൽ സർഫേസസ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. അതായത് ഒരു റിയൽ സർഫസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ എമിസിവിറ്റി വാല്യൂ കോൺസ്റ്റന്റ് അല്ല. ഇറ്റ് ഈസ് വേരീസ് വിത്ത് ടെമ്പറേച്ചർ ഓഫ് ദി സർഫസ് ആസ് വെൽ ആസ് ദി വേവ് ലെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി എമിഷൻ. അതിന്റെ വേവ് ലെങ്തിനെയും അതുപോലെ തന്നെ അതിന്റെ ടെമ്പറേച്ചറിനനുസരിച്ച് അതിന്റെ എമിസിവിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകുന്നു. പ്യുവർലി ബ്ലാക്ക് ആണെങ്കിൽ എമിസിവിറ്റി 1 ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഒരു നോൺ ബ്ലാക്ക് ബോഡിയാണ് വെച്ചോ, ഒരു നോൺ ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവർ എങ്ങനെ കണ്ടുപിടിക്കാം, ഈ ഈക്വൽ എന്താണ്, അതിന്റെ എമിസിവിറ്റി ഇൻറ്റു അതിന്റെ എന്താ എമിസിവിറ്റി ഇൻറ്റു ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവർ അതേ ടെമ്പറേച്ചറിൽ. ദാറ്റ് ഈസ് ഈ ഈക്വൽ എങ്ങനെ എഴുതാം, എപ്സിലോൺ ഇ ബി പറഞ്ഞ എന്താ, സിഗ്മ ടി റേസ് ടു 4. ഈ ടി ശ്രദ്ധിക്കണം കേട്ടോ, ആ ബോഡിയുടെ അതേ ടെമ്പറേച്ചർ ആയിരിക്കണം നമ്മൾ ആ ബ്ലാക്ക് ബോഡിക്കും കൺസിഡർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ സിഗ്മ റേസ് ടു 4. ഇ ബി ബ്ലാക്ക് ബോഡി ആകുമ്പോൾ എന്താ, എമിസിവിറ്റി 1 ആയതുകൊണ്ട് സിഗ്മ ടി റേസ് ടു 4 ആണ്. നോൺ ബ്ലാക്ക് ബോഡി ആണെങ്കിൽ ഈ ഈക്വൽ എന്താണ്, എപ്സിലോൺ സിഗ്മ ടി റേസ് ടു 4. വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്തത് കിർച്ചോഫ് ലോ, വെരി വെരി ഇമ്പോർട്ടന്റ്. കിർച്ചോഫ് ലോ എന്താണ്, കിർച്ചോഫ് ലോ പറയുന്നത് വെച്ചാൽ എമിസിവിറ്റി ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു അബ്സോർബിവിറ്റി വെൻ ദി ബോഡി റിമൈൻസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ് സറൗണ്ടിങ്. അതായത് ഒരു ബോഡി സറൗണ്ടിങ് ആയിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. എന്താണ് തെർമൽ ഇക്വിലിബ്രിയം പറഞ്ഞാൽ, ടെമ്പറേച്ചറിൽ വ്യത്യാസമില്ല അല്ലെ, ടെമ്പറേച്ചർ യൂണിഫോം ആണ്, ദർ ഇസ് നോ ചേഞ്ചസ് ഇൻ ദി ടെമ്പറേച്ചർ. ഓക്കെ, കുറെ സമയം വെക്കുകയാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് അല്ല പറയുന്നത് ഇക്വിലിബ്രിയം ആണ്. ഇനി ഫർദർ ആയിട്ട് ടെമ്പറേച്ചർ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ ആ ബോഡിയുടെ എമിസിവിറ്റിയും അബ്സോർബിവിറ്റിയും സെയിം ആയിരിക്കും. ആ ലോനെ പറയുന്ന പേരാണ് കിർച്ചോഫ് ലോ. ദാറ്റ് ഈസ് എമിസിവിറ്റി ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു അബ്സോർബിവിറ്റി വെൻ ദി ബോഡീസ് റിമൈൻസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ്. ഇതാണ് നമ്മൾ പല ബുക്കിലും കാണാറുള്ളത്. അതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടി ഉണ്ട്, ഇറ്റ് ഈസ് സ്റ്റേറ്റ് ദാറ്റ് അറ്റ് തെർമൽ ഇക്വിലിബ്രിയം. ഇത് പറയുമ്പോൾ എപ്പോഴാണ്, തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, ടെമ്പറേച്ചർ ഇക്വിലിബ്രിയത്തിലാണ് കേട്ടോ, തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ദ റേഷ്യോ ഓഫ് ടോട്ടൽ എമിസീവ് പവർ ടു ദി ടോട്ടൽ അബ്സോർബിവിറ്റി ഈസ് കോൺസ്റ്റന്റ് ഫോർ ഓൾ ബോഡീസ്. ഒരു തെർമൽ ഇക്വിലിബ്രിയം എടുക്കുകയാണെങ്കിൽ ഏതൊരു ബോഡിയുടെയും ടോട്ടൽ എമിസീവ് പവർ ഡിവൈഡ് ബൈ ടോട്ടൽ അബ്സോർബിവിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിരിക്കും എല്ലാ ബോഡീസിനും, സെയിം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ കേട്ടോ. അപ്പോ ഇ ബൈ ആൽഫ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോ
അങ്ങനെ പറയാം. ആ ഒരു ഡെഫിനിഷനും പറയാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് പൊതുവെ എക്സാംസിനൊക്കെ ചോദിക്കാറുള്ളത്. എമിസിവിറ്റി ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് ഈക്വൽ ടു അബ്സോർബിവിറ്റി വെൻ ദി ബോഡി remains in thermal equilibrium with its surroundings. Very very important law. Okay, then next one is called Wien's displacement law. എന്താണ് Wien's displacement law എന്ന് പറഞ്ഞാൽ it gives a relationship between the temperature of the black body and the wavelength corresponding to maximum emissive power. maximum emissive പവറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറും അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയുള്ള വേവ് ലെങ്ത്തിന്റെ ഒരു റിലേഷൻഷിപ്പ് ആണ് എന്ത് വെയിൻ ഡിസ്പ്ലേസ്മെന്റ് ലോ. വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്താണ്? It gives a relationship between the temperature of the black body and the wavelength at which maximum value of monochromatic emissive power. അതായത് മാക്സിമം എമിസീവ് പവറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറിന്റെ വേവ് ലെങ്ത്തിന്റെ റിലേഷൻ ആണ് എന്ത് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദി പ്രോഡക്റ്റ് ഓഫ് മാക്സിമം വേവ് ലെങ്ത് ആൻഡ് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് ലാംഡ മാക്സ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അത് ഒരു എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഇതെല്ലാം നമ്മുടെ സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ, അതുപോലെ തന്നെ വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ, ഇതെല്ലാം തന്നെ നമ്മൾ ഒരു ഫണ്ടമെന്റൽ ലോയിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടാണ് വരുന്നത്. ഇവ എല്ലാം നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ റേഡിയേഷന്റെ ഫണ്ടമെന്റൽ ലോ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പെട്ടെന്ന് പറയുന്നത് സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ ആണ് നമ്മുടെ മനസ്സിൽ വരിക. ശരിക്കും അതല്ല പറയേണ്ടത്. പ്ലാങ്ക്സ് ലോ പറഞ്ഞൊരു ലോ ഉണ്ട്. പ്ലാങ്ക്സ് ലോ എന്താണെന്ന് വെച്ചാൽ ഓരോ വേവ് ലെങ്ത്തും ടെമ്പറേച്ചറും അതുപോലെ തന്നെ എമിസീവ് പവറും തമ്മിലുള്ള റിലേഷൻ ആണ് പ്ലാങ്ക്സ് ലോ എന്ന് പറയുന്നത്. ആ ലോ പ്ലാങ്ക്സ് ലോ അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് എന്താണ് സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോയും അതുപോലെ തന്നെ വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ഒക്കെ വരുന്നത്. അപ്പൊ ഗവേണിംഗ് ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത്, അതായത് സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ അങ്ങനെയുള്ള ലോസ് ഒക്കെ ഏതെന്നാണ് ഡിറൈവ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ പ്ലാങ്ക്സ് ലോ എന്നാണ് കേട്ടോ. പ്ലാങ്ക്സ് ലോ ആണ്. ഓക്കെ, സോ വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്താ പറയുന്നത്? ലാംഡ മാക്സ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു 2898 മൈക്രോമീറ്റർ കെൽവിൻ. ഈ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇവിടെയുള്ള ലാംഡ, ഈ ലാംഡയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോമീറ്റർ ആയിരിക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ടെമ്പറേച്ചർ എപ്പോഴും റേഡിയേഷന്റെ കേസിൽ കെൽവിൻ ആണ് കേട്ടോ. അപ്പോൾ എക്സാമിന് ഇങ്ങനെ തരും. എന്നിട്ട് ഇവിടെ ഇല്ലേ ഇതിന്റെ ഈ ലാംഡയ്ക്ക് മീറ്റർ, സെന്റിമീറ്റർ, മൈക്രോമീറ്റർ ഒക്കെ പറയും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഇക്വേഷൻ പഠിക്കുമ്പോൾ ലാംഡ മാക്സ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു 2898 എന്ന് പഠിക്കരുത്. ലാംഡ മാക്സ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു 2898 മൈക്രോമീറ്റർ കെൽവിൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ ലാംഡ മാക്സിന്റെ യൂണിറ്റ് എന്താണ്? മൈക്രോമീറ്റർ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയണ ഒരു എമിസീവ് പവറും അതുപോലെ തന്നെ ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ തമ്മിലുള്ള റിലേഷൻ ആണ് കേട്ടോ. എമിസീവ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളം എമിറ്റ് ചെയ്ത് കളയുന്നു. ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ അതിന്റെ ഒരു റിലേഷൻ ആണ് കേട്ടോ. ദാറ്റ് ഈസ് ടോട്ടൽ എമിസീവ് പവർ ഓഫ് ഡിഫ്യൂസ് സർഫസ് ഈസ് ഈക്വൽ ടു പൈ ടൈംസ് ഇറ്റ്സ് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. അത് എത്രയാണ്? ഇ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഐ ആണ് കേട്ടോ. ഈ പറഞ്ഞാൽ എന്താണ്? എമിസീവ് പവർ ആണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഐ. വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ, പലപ്പോഴും ചോദിക്കാറുണ്ട്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി എമിസീവ് പവർ ആൻഡ് ദി ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ, ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഐ. പഠിക്കുമ്പോൾ പ്രശ്നമില്ല. പൈ ഐ ഈസ് ഈക്വൽ പൈ ഐ. ഓക്കെ, ഇനി അടുത്ത് ലംബേർഡ് കൊസൈൻ ലോ. ലംബേർഡ് കൊസൈൻ ലോ എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് പറയുന്നത് വെച്ചാൽ നമ്മൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു റിലേഷൻ ആണ് ലംബേർഡ് കൊസൈൻ. കൊസൈൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താ? ഒരു ഡയറക്ഷനുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. അപ്പൊ നമ്മളുടെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ ഡയറക്ഷനുമായി ബന്ധപ്പെടുന്ന ഒരു റിലേഷൻ തരുന്നതാണ് ലംബേർഡ് കൊസൈൻ ലോ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് total emission from a surface in any direction is directly proportional to the cosine of the angle of the emission. Okay, അതായത് ഒരു ബോഡിയിൽ നിന്നുള്ള എമിറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് എമിറ്റ് ചെയ്യുന്ന പറയുകയാണെങ്കിൽ ആ ഡയറക്ഷന് കറസ്പോണ്ടിലുള്ള എമിസീവ് പവർ എന്ന് പറയുകയാണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു ഇ എൻ കോസ് തീറ്റ ആണ്. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ഓഫ് എമിഷൻ ആണ്. ദെൻ ഇ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എമിസീവ് പവർ ഇൻ നോർമൽ ഡയറക്ഷൻ. നോർമൽ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമിസീവ് പവർ ആണ് ഇ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ടാണ് അത് പോകുന്നത്, അതിന്റെ ആൽഫ അറിയാന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് എമിഷൻ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? ഇ ഈസ് ഈക്വൽ ടു ഇ എൻ കോസ് തീറ്റ ആണ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ലംബേർഡ് കൊസൈൻ ലോ ഇറ്റ്സ് കണക്ട്സ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി എമിസീവ് പവർ ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. ഓക്കെ, സോ ഇറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ.